മുംബൈയുടെ ഒരു പുതിയ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ആകെ വിഷമത്തിൽ നന്നായിട്ട് കുടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾ വേദന ഫോൺ എടുത്തിട്ട് അയാളുടെ അച്ഛനെ വിളിക്കുകയാണ്. എന്നിട്ട് അച്ഛനിപ്പോൾ എവിടെയാ, അപ്പച്ചനിപ്പോൾ എവിടെയാ, ഇപ്പോൾ തിരക്കില്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ അപ്പം പറയുന്നുണ്ട്, ഇല്ല എനിക്കൊരു തിരക്കില്ല, ഞാൻ വന്നേക്കാം, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും എന്നൊക്കെ സ്റ്റാൻലിനോട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സ്റ്റാൻലിയുടെ അപ്പൻ സ്റ്റാൻലിനെ കാണാൻ വേണ്ടി വരുവാണ്. അവിടെ വന്നു കഴിയുമ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ബാലചന്ദ്രൻ വന്ന വിശേഷങ്ങളും അയാൾ വന്നതിൻ്റെ ഉദ്ദേശങ്ങളും എല്ലാം അച്ഛനോട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റാൻലിയുടെ അപ്പച്ചൻ പറയുന്നുണ്ട്, ഇത്ര വർഷങ്ങൾക്ക് ശേഷമോ, ഇതിലൊന്നും നീ വിശ്വസിക്കരുത്, ഇതൊക്കെ അയാൾ ചിലപ്പോൾ വല്ല തന്ത്രം ഉപയോഗിച്ചിട്ട് വന്നതായിരിക്കും, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ കുഴപ്പമില്ല, അയാൾ വേണമെങ്കിൽ കൊണ്ടുപോയി നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലി ബാലചന്ദ്രനെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിയുടെ കോൾ വരുമ്പോൾ ബാലചന്ദ്രന് ഒരു പ്രത്യാശ തോന്നുകയാണ്. അയാൾ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ സ്റ്റാൻലിയുടെ സംസാരം കേട്ടിട്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് ദേഷ്യമാവും. അതിനുശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യേനെ പ്രേമിച്ച ഒരാൾ, അതേപോലെ അവൾക്ക് ഒരു കുട്ടീനെ കൊടുത്ത ഒരാളോട് ഞാൻ ഇത്രയും മാന്യമായി പെരുമാറുന്നത് തന്നെ എൻ്റെ അന്തസ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ അലീന എല്ലാവരോടും യാത്ര പറയാനായിട്ട് വൈജയന്തിയുടെ അടുത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ മനുവിനോടും മുത്തശ്ശിയോടും അവിടെയുള്ള ബാക്കി എല്ലാത്തിനുപരി വൈജയന്തിയോടൊക്കെ അലീന യാത്ര ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു പ്രൊമോയിൽ കണ്ടിരുന്നു, അലീന ഇങ്ങനെ പറയുന്നുണ്ട് ആഗ്രയിലെ അന്നുണ്ടായ സംഭവങ്ങളെ പറ്റിയും, അതേപോലെ മാഡം എനിക്ക് അമ്മയായിരുന്നു എന്നൊക്കെ ഇതിനു മുമ്പൊരു പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ്. ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം നല്ല സന്തോഷമായിട്ട് തന്നെ ബാലചന്ദ്രൻ ഒരു ഇഷ്ടക്കേടും കാണിക്കാതെ സ്റ്റാൻലിനെ അകത്തേക്കൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചിരുത്തി കഴിഞ്ഞിട്ട് അലീനയോട് ചായയായിട്ട് വരാൻ പറയുന്നു. അങ്ങനെ ആദ്യമായിട്ട് സ്റ്റാൻലി മകളെ കാണുകയാണ്. അപ്പോൾ ഇപ്പോഴും അലീനയ്ക്ക് അറിയില്ല ഈ ബാലചന്ദ്രൻ തന്നെ കൊണ്ട് വിടാൻ പോകുന്നത് സ്വന്തം അച്ഛൻ്റെ അടുത്താണെന്നും സ്റ്റാൻലി അച്ഛനാണെന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റാൻലിയുടെ ഉള്ളിൽ ഇനിയിപ്പോൾ എന്താണ്, വൈജയന്തിയോടുള്ള ഒരു ദേഷ്യമാണോ, ഇനി അയാളുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നമുക്കിനി വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം. അപ്പോൾ ഇതിഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ബൈ.